രഞ്ജി ട്രോഫി ഫൈനലിന്റെ ആദ്യ സെഷനിൽ വിദർഭയെ വിറപ്പിച്ച് കേരളം. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എന്ന നിലയിലാണ് വിദർഭ. MT നിതീഷ് 2ഉം ഏദൻ ആപ്പിൾ ടോം 1 വിക്കറ്റും നേടി. മഹേഷ് പോലൂർ വിവരങ്ങളുമായി മഹാരാഷ്ട്രയിൽ നിന്ന്. മഹേഷ്, എന്താണ് മത്സരത്തിന്റെ ഇപ്പോഴത്തെ ഗതി? നിഷാദ്, ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 81-3 എന്ന നിലയിലാണ് വിദർഭയുള്ളത്. തുടക്കത്തിൽ നഷ്ടപ്പെട്ട 3 വിക്കറ്റ്, പക്ഷേ അതിന് പിന്നാലെ വിദർഭ കളം പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കരുൺ നായരും ഒപ്പം തന്നെ ഡാനിഷ് മലേവാറുമാണ് ക്രീസിലുള്ളത്. കരുൺ നായർ 24 റൺസും ഡാനിഷ് മലേവാർ 38 റൺസ് എടുത്താണ് ഇപ്പോൾ ക്രീസിലുള്ളത്. തുടക്കത്തിൽ കേരളത്തിൻ്റെ ബൗളർമാർക്ക് ലഭിച്ച ആനുകൂല്യം പിന്നീട് ആ പിച്ചിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അനായാസമായി തന്നെ കരുൺ നായരും ഡാനിഷ് മലേവാറും ബൗളർമാരെ നേരിടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബൗളിംഗ് തിരഞ്ഞെടുത്ത കേരളത്തിന് ക്യാപ്റ്റൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ ബൗളർമാർ പുറത്തെടുത്തത്. എടുത്തു പറയേണ്ടത് MT നിതീഷിന്റെ പ്രകടനം തന്നെയാണ്. 2 വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വീഴ്ത്തി. ആ വിക്കറ്റുകൾ വീഴ്ത്തുമ്പോൾ അദ്ദേഹം 4 ഓവർ എറിഞ്ഞിരുന്നു. 4 ഓവറിൽ 1 റൺസ് പോലും ആ സമയത്ത് നൽകാതെയാണ് 2 വിക്കറ്റുകളും ആ സമയത്ത് നിതീഷ് വീഴ്ത്തിയിരുന്നത്. ഏദൻ ആപ്പിൾ ടോം ഇന്ന് പ്ലേയിങ് 11-ലെത്തിയ ഏദനും മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. NP ബേസിൽ പന്തെറിഞ്ഞു. ആദിത്യ സർവാത്തെയും ഇന്ന് പന്തെറിഞ്ഞു. ജലജ് സക്സേന അവസാനം ഉച്ചഭക്ഷണത്തിന് പിരിയുന്നതിന് തൊട്ട് മുൻപായി 1 ഓവറാണ് ജലജ് സക്സേന എറിഞ്ഞത്. ഇനിയിപ്പോൾ വിക്കറ്റിന്റെ ഒരു സ്വഭാവം, പിച്ചിന്റെ ഒരു സ്വഭാവം കുറെ കൂടി ബാറ്റർമാനെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് മാറി. ആ ഈർപ്പം ഉണ്ടായിരുന്നത് മാറി, മോയ്സ്ചർ മാറിയിട്ടുണ്ട് വിക്കറ്റിൽ. ആ ഗ്രീൻ ടോപ്പ് ഉണ്ടായിരുന്നത് ചെറുതായി നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. വെയിൽ വന്നതിന് ശേഷം ബാറ്റർമാരെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. വിദർഭയെ സംബന്ധിച്ച് ഇനി വരാനുള്ള അവരുടെ ബാറ്റർമാർ എല്ലാവരും വളരെ കരുത്തരാണ്. പ്രത്യേകിച്ച് ഇനി വരാനുള്ള ബാറ്റിംഗ് പണിയിൽ അക്ഷയ് വടേക്കർ ഉണ്ട്, അപ്പം തന്നെ യാഷ് റാത്തോഡ് ഉണ്ട്, യാഷ് താക്കൂർ ഉണ്ട്. അപ്പോൾ ഇത്രയും താരങ്ങളൊക്കെ ഇനിയും ഇറങ്ങാനുണ്ട്. അപ്പോൾ കേരളത്തിന് മുന്നിൽ ഇനി എങ്ങനെയെങ്കിലും ഏത് വിധേനയും ഇനി വരുന്ന ഇന്നത്തെ 2 സെഷനിൽ വിക്കറ്റുകൾ പരമാവധി എടുക്കുക, വിദർഭയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. എന്തായാലും തുടക്കത്തിൽ കിട്ടിയ ഒരു ആധിപത്യം പിന്നീട് കേരളത്തിൻ്റെ ബൗളർമാർക്ക് ലഭിച്ചിട്ടില്ല. ഇനിയുള്ള 2 സെഷൻ നിർണായകമാണ്. വിക്കറ്റ് വീഴും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അക്ഷയ് ചന്ദ്രൻ എറിയാനുണ്ട്, ഒപ്പം തന്നെ അഹമ്മദ് ഇമ്രാൻ എറിയാനുണ്ട്, ഒപ്പം ജലജ് സക്സേനയുടെ ഓവർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മികച്ച തുടക്കം തന്നെ എന്ന് പറയാം. പക്ഷേ പിന്നീട് അങ്ങോട്ടൊരു ആനുകൂല്യം കേരളത്തിൻ്റെ ബൗളർമാർക്ക് ലഭിച്ചിട്ടില്ല. നിഷാദ്.